നമസ്കാരം. കൈവിട്ട പിന്തുണയും ലംഘിക്കപ്പെട്ട വിപ്പുകളും വീണ്ടും ഒരു രാഷ്ട്രീയ നാടകത്തിന് വേദിയാക്കിയിരിക്കുകയാണ് പാലാ നഗരസഭയെ. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭ അധ്യക്ഷ എന്ന നിലയിൽ അധ്യക്ഷ പദവിയിലെത്തി വാർത്തകളിൽ നിറഞ്ഞ ദിയ ബിനു പുളിക്കക്കണ്ടം അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്തായതോടെ പാലായിൽ പുതിയ ഭരണ സമവാക്യങ്ങൾ രൂപപ്പെടുകയാണ്. വൈസ് ചെയർപേഴ്സൺ മായ രാഹുലിനെ അധ്യക്ഷയാക്കാൻ ഇടത് വിമത മുന്നണിയിൽ കരുനീക്കങ്ങൾ സജീവമായി കഴിഞ്ഞു. സ്വതന്ത്ര സഖ്യത്തിന്റെ ബലത്തിൽ അധികാരത്തിലേറിയ UDF ഭരണസമിതിക്കുള്ളിലെ അസംതൃപ്തിയാണ് LDF അതിസമർത്ഥമായി ഉപയോഗപ്പെടുത്തിയത്. ബിനു പുളിക്കക്കണ്ടവും മകൾ ദിയയും അടങ്ങുന്ന ഗ്രൂപ്പ് സ്വന്തം നിലയ്ക്ക് തീരുമാനങ്ങൾ എടുക്കുന്നുവെന്ന കോൺഗ്രസ് അംഗങ്ങളുടെ പരാതിയാണ് ഒടുവിൽ അവിശ്വാസത്തിൽ എത്തിയത്. മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്നും പഠിച്ചിറങ്ങി രാഷ്ട്രീയത്തിലെത്തിയ ദിയയ്ക്ക് മുന്നണിയിലെ മുതിർന്ന നേതാക്കളെ ഒപ്പം കൊണ്ടുപോകാൻ സാധിച്ചില്ലെന്ന വിലയിരുത്തലുണ്ട്. DCCയുടെ കർശന വിലക്കും വിപ്പും നിലനിൽക്കെയാണ് 4 കോൺഗ്രസ് കൗൺസിലർമാർ അവിശ്വാസത്തെ പിന്തുണച്ച് വോട്ട് ചെയ്തത്. ബിജു മാത്യൂസ്, ലിസിക്കുട്ടി മാത്യു, ടോണി തൈപ്പറമ്പിൽ, രജിത പ്രകാശ് എന്നിവർ LDFനൊപ്പം ചേർന്നപ്പോൾ കോൺഗ്രസ് നേതൃത്വം പാടെ നിസ്സഹായരായി. വിപ്പ് കൈപ്പറ്റിയില്ലെന്ന സാങ്കേതികത്വം ഉന്നയിച്ചാണ് ഇവർ പാർട്ടി തീരുമാനത്തെ പരസ്യമായി വെല്ലുവിളിച്ചത്. ഭരണമുന്നണിയിൽ വൈസ് ചെയർപേഴ്സൺ ആയിരുന്ന മായ രാഹുൽ അവിശ്വാസത്തെ പിന്തുണച്ചത് UDFന് ഏറ്റവും വലിയ തിരിച്ചടിയായി. കോൺഗ്രസ് വിമതയായി വിജയിച്ച മായ ദിയ ബിനുവുമായി നിരന്തരം കൊമ്പുകോർത്തിരുന്നു. വോട്ടെടുപ്പിൽ LDFന്റെ 12 അംഗങ്ങൾക്കൊപ്പം മായയും 4 കോൺഗ്രസ് കൗൺസിലർമാരും ചേർന്നതോടെ 14 വോട്ടുകൾ തികയുകയും അവിശ്വാസം പാസ്സാവുകയും ചെയ്തു. ദിയയുടെ കസേര തെറിച്ചതോടെ പാലായിൽ അടുത്ത അധ്യക്ഷ ആരാകുമെന്ന ചർച്ചകൾ ചൂടുപിടിക്കുകയാണ്. താൽക്കാലികമായി ലഭിച്ച ഈ മേൽക്കൈ ഉപയോഗിച്ച് മായ രാഹുലിനെ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടാനാണ് LDF പ്രാദേശിക നേതൃത്വം നീക്കം നടത്തുന്നത്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ മായയ്ക്ക് നഗരസഭയിൽ എല്ലാവരുമായും വ്യക്തിബന്ധങ്ങളുണ്ട് എന്നത് അനുകൂല ഘടകമായി LDF കാണുന്നു. കോൺഗ്രസിലെ വിമത വിഭാഗത്തിലും മായ രാഹുൽ അധ്യക്ഷയാകുന്നതിനോട് എതിർപ്പില്ലെന്നാണ് സൂചന. എന്നാൽ പാർട്ടി അച്ചടക്കം ലംഘിച്ച് വോട്ട് ചെയ്ത കൗൺസിലർമാരിൽ ഒരാളെ തന്നെ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്ന ആവശ്യം ഒരു വശത്ത് ഉയരുന്നുണ്ട്. ഇതിനായി ബിജു മാത്യൂസ് ഉൾപ്പെടെയുള്ളവർ കരുനീക്കങ്ങൾ നടത്തുന്നുണ്ടെന്നാണ് വിവരം. പാർട്ടി നിർദ്ദേശം ലംഘിച്ച് വോട്ട് ചെയ്ത അംഗങ്ങൾക്കെതിരെ അയോഗ്യതാ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് കോൺഗ്രസ് DCCയുടെ നീക്കം. എന്നാൽ പാലാ മണ്ഡലം കമ്മിറ്റിയുടെ വികാരമാണ് തങ്ങൾ മാനിച്ചതെന്നും പാർട്ടിയെ തങ്ങൾ തള്ളിപ്പറഞ്ഞിട്ടില്ലെന്നും ബിജു മാത്യൂസ് അവകാശപ്പെടുന്നു. മുൻപ് നിലനിന്നിരുന്ന ഭരണരീതി ദുസ്സഹമായിരുന്നുവെന്നും വിപ്പ് കൃത്യമായ രീതിയിലല്ല നൽകിയതെന്നും വിമതർ വാദിക്കുന്നു. ഭരണം നഷ്ടമായെങ്കിലും തികഞ്ഞ ആത്മാഭിമാനത്തോടെയാണ് ദിയ ബിനു പദവി ഒഴിയുന്നത്. ജനങ്ങൾ നൽകിയ ഉത്തരവാദിത്തം സുതാര്യമായി നിർവഹിക്കാൻ സാധിച്ചുവെന്നും അഴിമതിയുടെയോ വഴിവിട്ട കളികളുടെയോ യാതൊരു കറയും തനിക്ക് മേൽ ചാർത്താൻ എതിരാളികൾക്കായില്ല എന്നും ദിയ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ചെയർമാൻ പദവി താൽക്കാലികമാണെന്നും കൗൺസിലറായി ജനസേവനം തുടരുമെന്നും ദിയ വ്യക്തമാക്കി. കേരള കോൺഗ്രസ് M നിലപാടുകളും പാലാ നഗരസഭയിലെ വരും ദിവസങ്ങളിൽ നിർണായകമാകും. വിശ്വാസ പ്രമേയ സമയത്ത് LDFനൊപ്പം നിന്നെങ്കിലും സ്വന്തമായ അധ്യക്ഷ സ്ഥാനം അവകാശപ്പെടാൻ അവർ മുതിരുമോ എന്നും കണ്ടറിയണം. ജോസ് കെ മാണിയുടെ നിലപാട് നിർണായകമാകും. കേരള കോൺഗ്രസിന്റെ 3 അംഗങ്ങളും KDPയുടെ ഒരു അംഗവും വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നത് ഇതിന്റെ സൂചനയാണ്. ചുരുക്കത്തിൽ ദിയയുടെ രാജിയോടെ പാലായിലെ രാഷ്ട്രീയ പുകച്ചിൽ അടങ്ങുന്നില്ല. മായ രാഹുലിനെ മുന്നിൽ നിർത്തിയ ഒരു പുതിയ ഭരണകൂടം സൃഷ്ടിക്കാൻ LDFും കോൺഗ്രസ് വിമതരും തമ്മിലുണ്ടാക്കുന്ന ധാരണകൾ ഏതുവരെ പോകുമെന്ന് വരും ദിവസങ്ങളിലെ വോട്ടെടുപ്പിൽ തെളിയും. രാഷ്ട്രീയ അടിയൊഴുക്കുകൾ ഇനിയും ശക്തമാകുമെന്ന് ഉറപ്പാണ്.